കാന്താര ചാപ്റ്റർ 1 എ ലെജൻഡ് എന്ന സിനിമയിൽ കനകാവതി, ചിന്ന, രാജശേഖരൻ, മഹിഷാസുരൻ, വൈദി എന്നിങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവരുടെ കഥാപാത്രത്തെക്കുറിച്ച് ഇപ്പോഴും പലർക്കും സംശയങ്ങളുണ്ട്. അതിലും ഈ രൂപം ബ്രഹ്മരക്ഷസാണോ നന്ദിയാണോ എന്ന ചോദ്യത്തിനെല്ലാം വ്യക്തത നൽകുന്ന കാന്താര സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്റ്റോറി ടെല്ലർ മല്ലു. ആദ്യം തന്നെ രുക്മിണി അവതരിപ്പിച്ച കനകാവതി എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയാം. കനകാവതി എന്ന കഥാപാത്രം സിനിമയുടെ തുടക്കത്തിൽ നല്ലവളായും സ്നേഹമുള്ളവളായും കാണിച്ചിരിക്കുന്നു. എന്നാൽ പിന്നീട് കനകാവതി വളരെ കൊടൂരവിഷമാണെന്നും ക്രൂരയാണെന്നും നമ്മൾ തിരിച്ചറിയുന്നു. ഇതിൽ നിന്നും കനകാവതി ഒരേ സമയം തേനുമാണ് വിഷവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് എക്സാക്റ്റ് ഒരു തേനീച്ചയെപ്പോലെയാണ് ഈ കനകാവതി. ഇതിനുള്ള റഫറൻസ് കനകാവതിയുടെ ഇൻട്രോ സീനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ ഇൻട്രോ സീനിൽ ഒരു തേനീച്ച കനകാവതിയെ കുത്താൻ വരുന്നതായും ബർമ്മ അതിനെ ഓടിച്ചുകളയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആ സമയം അവിടെ കാണിക്കുന്നത് ഒരു റാണി തേനീച്ചയെയാണ്. കൂടാതെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു തേനീച്ചയെ കാണിച്ചത് എന്നുവച്ചാൽ, അല്ലെങ്കിൽ ഒരു കടന്നലിനെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുവച്ചാൽ, ഈ തേനീച്ച എന്ന് പറയുന്നത് കടന്നലുകളെപ്പോലെയല്ല. പകരം ഒരേ സമയം നമുക്ക് മധുരമേറുന്ന തേൻ നൽകാൻ കഴിയുന്നവയും എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വിഷം കുത്തിവെക്കാൻ കഴിയുന്നതുമായ ജീവിയാണ് തേനീച്ച. അതുകൊണ്ടാണ് ഞാനിവിടെ കനകാവതിയെ തേനും വിഷവും എന്ന് സൂചിപ്പിച്ചത്. ഇനി ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ കനകാവതി എന്ന പേരിന്റെ അർത്ഥം തന്നെ സ്വർണത്തിന്റെ സംരക്ഷക എന്നാണ്. എന്നാൽ ഇതുകൂടാതെ പുരാണകഥകളിൽ ഈ കനകാവതി എന്ന് പറയുന്നത് ഒരു യക്ഷിണിയാണ്. ഈ യക്ഷിണി കുബേരന്മാരുടെ അഥവാ പണമുള്ളവരുടെ സമ്പത്തിനും ജീവനും സംരക്ഷണം നൽകി അവരുടെ തലമുറകളെ സംരക്ഷിച്ചുവരുന്നതായി പറയപ്പെടുന്നു. എന്നാൽ എക്സാക്റ്റ് അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ കനകാവതിയുടെ കഥാപാത്രവും ചെയ്യുന്നത്. ജയറാം അവതരിപ്പിച്ച രാജശേഖരൻ എന്ന കഥാപാത്രത്തെ, അതായത് സമ്പത്തുള്ള കുബേരനായ ഈ രാജാവിനെ സംരക്ഷിക്കാനായി കനകാവതി നിലകൊള്ളുന്നു. അതേപോലെ ഈ യക്ഷിണി തന്നെ ആരാധിക്കുന്നവർക്ക് ശക്തി കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതായുമെല്ലാം പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് സിനിമയുടെ അവസാന ഭാഗത്ത് രാജശേഖരൻ എന്ന ജയറാമിന്റെ കഥാപാത്രത്തിന് കനകാവതി ശക്തി കൊടുക്കുന്നതും അയാളെ യുദ്ധത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നത്. അതേപോലെ ഈ യക്ഷിണി എന്ന് പറയുന്നത് മരിച്ചു ജീവിച്ചവരാണ് എന്നുള്ള ഒരു വിശ്വാസവും നമുക്കിടയിലുണ്ട്. സോ ഇതുകൊണ്ടായിരിക്കാം സിനിമയുടെ തുടക്കത്തിൽ ഈ കനകാവതിയുടെ ജനനം കാണിക്കുന്ന സമയത്ത് ആദ്യം കുട്ടിയുടെ കൈകാലുകൾ അനങ്ങാതെയാവുകയും, അതായത് മരണപ്പെട്ട അവസ്ഥയിലെത്തുകയും പിന്നീട് കടമ്പയിലെ സ്ത്രീ അവൾക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നതായി കാണിക്കുന്നത്. സിനിമയുടെ ക്ലൈമാക്സിൽ ഈ കനകാവതി വില്ലത്തിയാണ് എന്ന് കാണിക്കുന്ന സമയത്ത് കടമ്പകൾ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവർ പറയുന്നുണ്ട്, കൈകാലുകൾ പോലും അനങ്ങാതിരുന്ന മരിച്ചു ജീവിച്ച പെൺകുട്ടി ഇപ്പോൾ സിംഹാസനത്തിലിരിക്കുന്നുണ്ടെന്ന്. അതായത് കനകാവതി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു. എന്നാൽ കടമ്പകൾ ദുഷ്ടശക്തികളെ ഈ കുട്ടിയിലേക്ക് ആവാഹിച്ച് അവൾക്ക് ജീവൻ നൽകി. ഇതോടെ രാജാവും രാജ്യവും കടമ്പ എന്ന മന്ത്രവാദ ഗോത്രങ്ങൾക്ക് അടിമയായി മാറി. ഇങ്ങനെ മരിച്ചതിനുശേഷം പുനർജീവിച്ചു വന്ന ആളായതിനാലാണ് കനകാവതിയെ യക്ഷിണിയെന്നുകൂടി പറയുന്നത്. കൂടാതെ ആ അവസാന ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഈ കൊട്ടാരത്തിലുള്ള ഭടന്മാരെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഭടൻ കനകാവതിയുടെ അടുത്ത് വന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കനകാവതി പറയുന്നുണ്ട്, സൂര്യാസ്തമയം വരെ അവരെ പിടിച്ചു നിർത്തൂ എന്ന്. ഇത് പറഞ്ഞതിനുശേഷം സൂര്യൻ അസ്തമിച്ച് രാത്രിയാകുമ്പോഴാണ് കനകാവതി ജയറാമിന്റെ കഥാപാത്രത്തിനെക്കൊണ്ട് ഫൈറ്റ് ചെയ്യാനായി വരുന്നത്. ഇതിൽ നിന്നും ഈ യക്ഷികൾ രാത്രികാലങ്ങളിലാണ് ആക്രമണങ്ങൾ നടത്തുന്നതെന്നും അപ്പോഴാണ് അവർ അതീവ ശക്തിധാരികളാവുന്നത് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഈ രുക്മിണിയുടെ കനകാവതി എന്ന കഥാപാത്രത്തിനെ യക്ഷിണി അല്ലെങ്കിൽ യക്ഷി എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇത്ര പവർഫുള്ളായ യക്ഷിണിയെ വധിക്കാൻ ആ ഗണത്തിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നതിനാലാണ് ബർമ്മൻ ചാമുണ്ടിയുടെ രൂപത്തിൽ മാറിയതിനുശേഷം ഒരു കോഴിയെ ബലികൊടുക്കുന്നതുപോലെ കനകാവതിയെ കൊല്ലുന്നതായും കാണിക്കുന്നത്. അടുത്തത് മായാരൂപൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മായാരൂപൻ എന്ന കഥാപാത്രം ഓരോ അവസരങ്ങളിലും ബർമ്മയ്ക്ക് ഓരോ വഴികൾ പറഞ്ഞുകൊടുക്കുന്നതായി കാണാം. നീ കാട്ടിലേക്ക് തിരിച്ചു പോണം, നിന്റെ അവതാര ലക്ഷ്യം കണ്ടെത്തണം, അതിന് ഗംഗ സഹായിക്കും എന്നുള്ള മാർഗ്ഗങ്ങളെല്ലാം ബർമ്മന് പറഞ്ഞുകൊടുക്കുന്നുണ്ട്. അതായത് സൃഷ്ടിബ്രഹ്മാവിന്റെയും സംഹാരം ശിവന്റെയും സംരക്ഷണം മഹാവിഷ്ണുവിന്റെയും കർത്തവ്യങ്ങളാണ്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ പല ആപത്ഘട്ടങ്ങളിലും ബർമ്മനെ സഹായിക്കുന്നത് മായാരൂപനാണ്. ഇങ്ങനെ മായകൾ കാട്ടാൻ കഴിവുള്ള, അദൃശ്യനാകാൻ കഴിവുള്ള മായാരൂപൻ സത്യത്തിൽ മഹാവിഷ്ണുവിന്റെ രൂപം കൊണ്ട ശിവാംശമായ വിഷ്ണുമായൻ എന്ന ദൈവമാണ്. ഈ വിഷ്ണുമായനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കൈലാസത്തിൽ പരമശിവനും പാർവതീദേവിയും വാഴുന്ന കാലം ദേവലോകത്ത് ഭൃംഗാസുരൻ എന്ന ശക്തനായ അസുരൻ തന്റെ മായാശക്തിയാൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയായിരുന്നു. അസുരന്റെ ഈ ശക്തിക്കു മുന്നിൽ ദേവന്മാർക്കുപോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് ലോകത്തെ രക്ഷിക്കുവാനായി ശിവനും പാർവതിയും ഒരു ദിവ്യപുത്രന് ജന്മം നൽകാൻ തീരുമാനിക്കുന്നത്. എന്നാൽ അത് സാധാരണ രൂപത്തിലായിരുന്നില്ല. പാർവതീദേവി ഭംഗിയുള്ള ഒരു ഗോത്ര യുവതിയുടെ രൂപം സ്വീകരിച്ചു. ശിവൻ മഹാവിഷ്ണുവിന്റെ മായാരൂപം കൈക്കൊണ്ടു. ഈ ദിവ്യസംഗമത്തിൽ പിറന്ന ഉണ്ണിയാണ് വിഷ്ണുമായൻ. ജനനം മുതൽ അവൻ മായാശക്തിയുടെ ഇല്യൂഷന്റെ അധിപനായിരുന്നു. ഭൃംഗാസുരന്റെ മായാവിദ്യകൾക്ക് മറുപടി നൽകാൻ വിഷ്ണുമായന് എളുപ്പത്തിൽ കഴിഞ്ഞു. തന്റെ മായാശക്തി ഉപയോഗിച്ച് അവൻ അസുരനെ കീഴ്പ്പെടുത്തി ലോകത്തിന് സമാധാനം തിരികെ നൽകി. ഈ യുദ്ധത്തിൽ അവന്റെ വിജയം കണ്ട ദേവന്മാർ അവനെ പുകഴ്ത്തിപ്പാടി. വിഷ്ണുവിന്റെ മായാരൂപത്തിൽ പിറന്നതുകൊണ്ടും അവന്റെ ശക്തി മായയിൽ അധിഷ്ഠിതമായതുകൊണ്ടും അവന് വിഷ്ണുമായൻ എന്ന പേര് വന്നു.
ഈ വിഷ്ണുമായൻ തന്നെയാണ് കേരളത്തിന്റെ ഐതിഹ്യങ്ങളിൽ ചാത്തനായും അറിയപ്പെടുന്നത്. സിനിമയിൽ മായാരൂപനെ കാണിക്കുന്ന സീനുകളിലൊക്കെ ഒരു മന്ത്രവടിയും നമുക്ക് കാണാം. ഈ മന്ത്രവടി കൊണ്ട് ദുഷ്ടശക്തികളെ തടഞ്ഞു നിർത്തുന്നതായും കാണിക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ തന്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് മരണം കൈവരിക്കുന്ന മായാരൂപന്റെ മായജാലങ്ങൾ നമുക്ക് അടുത്ത കാന്താര സീരീസുകളിലും കാണാൻ കഴിയും. കാരണം മായാരൂപൻ ചിരഞ്ജീവിയാണ്. എന്നാൽ ഈ മായാരൂപൻ ശിവന്റെ തന്നെ അവതാരമായ കൊരഗജസ്വാമിയാണ് എന്ന് പറയുന്ന ഒരു തിയറിയുമുണ്ട്. പക്ഷേ വിഷ്ണുമായനാണെങ്കിലും കൊരഗജനാണെങ്കിലും രണ്ടാളും ശിവന്റെ അവതാരം തന്നെയാണ്. പിന്നെ ഇതിലൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കാന്താര ടീമിന്റെ ഭാഗത്തുനിന്ന് വരാത്തതിനാൽ ഇത്തരം വാദങ്ങൾ തള്ളിക്കളയാനും കഴിയില്ല. ഇനി ഇതുപോലെ തന്നെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ടു വരുന്ന മറ്റൊരു കഥാപാത്രമാണ് മഹിഷാസുരൻ. ഈ കടമ്പകളുടെ കൂട്ടത്തിലെ മെയിൻ വില്ലനായി വരുന്ന മഹിഷാസുരൻ ഒരു ചിരഞ്ജീവിയാണ്. ഈ സിനിമയുടെ ഇന്റർവെല്ലിനോട് അടുക്കുന്ന സമയത്ത് ആ കടമ്പകളുമായി കാന്താരയിലുള്ളവർ ഫൈറ്റ് നടത്തുമ്പോൾ പുലി വന്നുകൊണ്ട് ഒരാളെ പിടിച്ചുകൊല്ലുന്നതായി കാണിക്കുന്നില്ലേ? ആ കഥാപാത്രമാണ് മഹിഷാസുരൻ. ഇയാൾ ബർമ്മയെ തലകീഴായി കെട്ടിയിട്ട് കൊല്ലാനായി പോവുകയും ആ സമയം പുലി അവിടേക്ക് വന്നുകൊണ്ട് മഹിഷാസുരനെ തലയ്ക്ക് കടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതായും കാണിച്ചിട്ടുണ്ട്. ഇവിടെ പുലി എന്ന് പറയുന്നത് പാർവതിയുടെ വാഹനമാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം ഈ മഹിഷാസുരന്റെ കഥയിൽ മഹിഷാസുരൻ ഒരു രാക്ഷസനാണെന്നും മഹിഷാസുരനെ ഒരു മനുഷ്യനോ ദേവനോ ഒന്നും തന്നെ കൊല്ലാൻ കഴിയില്ല എന്നൊരു വരം കിട്ടിയെന്നും അതുകൊണ്ടുതന്നെ പാർവതീദേവി പുലിയുടെ രൂപത്തിലേക്ക് മാറിയെന്നും അതിലൂടെ വന്നുകൊണ്ട് മഹിഷാസുരനെ കൊന്നുവെന്നുമാണ് പറയുന്നത്. സോ ഇവിടെയാണെങ്കിലും ബർമ്മയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു കഥാപാത്രത്തിനെ കൊല്ലാനോ തോൽപ്പിക്കാനോ ഒന്നും കഴിയുന്നില്ല. എന്നാൽ ബർമ്മയെ വധിക്കാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്നവിടേക്ക് പാർവതിയുടെ വാഹനമായിട്ടുള്ള പുലി വന്നുകൊണ്ട് ആ ഒരു കഥാപാത്രത്തിനെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് മനുഷ്യനും ദേവനും ഒന്നും കൊല്ലാൻ കഴിയാത്ത ആ ഒരു കഥാപാത്രത്തിനെ പാർവതീദേവി മറ്റൊരു രൂപത്തിൽ വന്നുകൊണ്ട് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഈ മഹിഷാസുരനുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ കടമ്പകളുടെ രൂപത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത് പോത്തിന്റെ തലയുള്ള ഒരു രൂപമാണ്. കൂടാതെ ഈ മഹിഷാസുരന്റെ കുടുംബത്തിലുള്ളവരെല്ലാം രാക്ഷസന്മാരായിരുന്നു. സോ ഈ കടമ്പകളെ കാണിച്ചിരിക്കുന്നതും അത്തരത്തിൽ ക്രൂരന്മാരായ ഭീകരരൂപികളായിട്ടുള്ള ആളുകളായിട്ടാണ്. ഇതുകൂടാതെ ഈ പുലി വന്ന് ഇയാളെ കൊന്നതിനുശേഷം ഒരാൾ ഈ കടമ്പകളുടെ അടുത്ത് വന്നുകൊണ്ട് നമ്മളുടെ മകൻ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ കരയുന്നതായി കാണാം. അതാണ് മഹിഷാസുരന്റെ അമ്മ. അതുകൊണ്ടുതന്നെ ഈ ക്യാരക്ടറിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം. മഹിഷാസുരന്റെ അമ്മയെ കാണിക്കുന്ന സീനിൽ നോക്കിയാൽ ഈ കടമ്പകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കടമ്പകൾ ക്രൂരന്മാരായിട്ടുള്ള ആളുകളെപ്പോലെ കറുത്ത വേഷങ്ങൾ ധരിച്ച് മുഖമെല്ലാം പൊള്ളിയ അവസ്ഥയിലും മുഖത്ത് കരിയും മറ്റും തേച്ചിരിക്കുന്ന അവസ്ഥയിലെല്ലാമാണ്. അതായത് ശരിക്കും രാക്ഷസന്മാരെ സൂചിപ്പിക്കുന്ന പോലെ. എന്നാൽ ആ മരണപ്പെട്ട മഹിഷാസുരന്റെ അമ്മയെ മാത്രം ഇവരിൽ നിന്നും വ്യത്യസ്തമായി നല്ല വസ്ത്രങ്ങളും മറ്റും ധരിച്ചിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിരുന്നത്. കൂടാതെ അവരുടെ ഒരു കണ്ണിന് കാഴ്ചശക്തിയില്ല എന്നതുപോലെയും കാണിച്ചിട്ടുണ്ട്. അതിലൂടെ അവർ ഈ കടമ്പകളുടെ കൂടെ ഉള്ളതാണെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ടതല്ല എന്ന് സൂചിപ്പിക്കുന്നു. ഈ മഹിഷാസുരനെക്കുറിച്ചുള്ള ഒരു കഥയിൽ ശ്യാമള എന്ന സുന്ദരിയായ രാജകുമാരിയെ ഒരു കാട്ടാളൻ കല്യാണം കഴിച്ചുവെന്നും അവർക്ക് മഹിഷാസുരൻ എന്ന മകൻ ജനിച്ചുവെന്നും പറയുന്നുണ്ട്. സോ ഇതുകൊണ്ടായിരിക്കും ഇവർ മുന്നേ ഒരു രാജകുമാരിയായിരുന്നിരിക്കാം എന്നുള്ള രീതിയിൽ നല്ല വേഷങ്ങളെല്ലാം ധരിച്ചിരിക്കുന്നതായും കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാട്ടാളനെ കല്യാണം കഴിച്ച രാജകുമാരിക്ക് കിട്ടിയ ശാപമാണ് അവരുടെ ആ കാഴ്ചയില്ലാത്ത കണ്ണ്. ഇതുകൊണ്ടെല്ലാമാണ് ഈ കടമ്പകളുടെ കൂട്ടത്തിൽ ഇവർ മാത്രം വ്യത്യസ്തയായി കാണപ്പെട്ടത്. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ ഈ കടമ്പകളുടെ കഥ മഹിഷാസുരന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് കാണാൻ കഴിയും. ഇനി പറയാനുള്ളത് ബർമ്മയുടെ അമ്മയായ വൈദി എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. ഈ വൈദി എന്ന് പറയുന്നത് ബർമ്മയെ എടുത്തു വളർത്തുന്ന സ്ത്രീയാണ്. ഈ വൈദി എന്ന പേരിന്റെ അർത്ഥം വൈദേഹി അഥവാ സീത എന്നെല്ലാമാണ്. ഈ സീതയെ ഭൂമിദേവിയുടെ മകൾ എന്നാണ് പറയുന്നത്. സിനിമയിൽ കാണിക്കുന്ന ബർമ്മ എന്ന കഥാപാത്രം ശിവനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ശിവന്റെ മാതാവ് ആരാണെന്ന് നോക്കിയാൽ പ്രകൃതി തന്നെയാണെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ ശിവനുമായി ബന്ധപ്പെട്ട് വരുന്ന ബർമ്മയെ എടുത്തു വളർത്തുന്ന സ്ത്രീയുടെ പേര് ഭൂമിയുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ വൈദി എന്ന് തന്നെ കൊടുത്തത്. കൂടാതെ സിനിമയുടെ തുടക്കത്തിൽ ഈ വൈദിക്ക് ആ കല്ല് കിട്ടുന്ന സീനിൽ വൈദിക്കെന്തോ ദൈവാനുഗ്രഹമുണ്ടെന്നും ദൈവാംശമുണ്ടെന്നും കൂടെയുള്ളവർ പറയുന്നത് കേൾക്കാം. സത്യത്തിൽ പാർവതീദേവിയുടെ അംശമാണ് വൈദിയിലടങ്ങിയിരിക്കുന്നത്. കാരണം മറ്റൊരു ഐതിഹ്യകഥയിൽ പാർവതിയുടെ ഒരു അവതാരത്തിൽ നിന്നാണ് ശിവൻ ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ടാകാം ആ കിണറ്റിൽ നിന്ന് ബർമ്മയെ കിട്ടുന്ന സമയത്ത് അവിടെ പാർവതിയെ സൂചിപ്പിക്കുന്ന പുലികൂടെ നിൽക്കുന്നതായി കാണിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ഈ കല്ല് കിട്ടുന്ന വൈദിക്ക് തന്നെയാണ് പിന്നീട് ബർമ്മയെയും കിട്ടുന്നത്. സോ ഈ കല്ലെന്ന് പറയുന്നത് ശിവാംശമായ ഗുളികനാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ കാര്യം ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഗുഹയിൽ നിന്ന് ബർമ്മയെ കിട്ടിയപ്പോൾ ആ കുട്ടി കിടക്കുന്നതിന്റെ തൊട്ടടുത്തായി കാന്താരയിലെ ജനങ്ങൾ ഗുളികന്റെ പൂജയ്ക്കായി സമർപ്പിക്കുന്ന ആ ചുവന്ന പൂക്കളും ഇരിക്കുന്നതായി കാണിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ബർമ്മയുടെ സംരക്ഷണത്തിനായി പാർവതീദേവി നിയോഗിച്ച ഭൂമിദേവിയുടെ മകളാണ് ഈ വൈദി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായി ചിന്ന എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിന്നയുടെ കഥാപാത്രത്തിന് ഐതിഹ്യപരമായ തെളിവുകളില്ലെങ്കിൽ കൂടി ഇദ്ദേഹം ദേവന്മാരുടെയും അസുരന്മാരുടെയും ഇടയിൽ നിൽക്കുന്ന നാരദന്റെ ഒരു റഫറൻസായി നമുക്ക് പറയാം. പടത്തിലൊരു സ്ട്രെസ് റിലീഫാണ് ഇദ്ദേഹത്തിന്റെ കഥാപാത്രം. കൂടാതെ വ്യത്യസ്ത ചേരിയിൽ നിൽക്കുന്ന ഈ രണ്ട് സമൂഹത്തെയും കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ഈ കഥാപാത്രം. പിന്നെ ഈ ചിന്നയോട് തമാശ രീതിയിൽ ബർമ്മ പറയുന്ന മുടി നിവർത്തുന്ന രാക്ഷസന്റെ കഥ തന്നെയാണ് ബ്രഹ്മരക്ഷസിന്റെ യഥാർത്ഥ ഐതിഹ്യം. ഈ ബ്രഹ്മരക്ഷസിനെ തന്നെയാണ് ആ കിണറിൽ കാണിച്ചിരുന്നതും. എന്നാൽ ഇന്നും പലരും ഇത് നന്ദിയല്ലേ എന്ന് ചോദിക്കുന്നതായി കണ്ടു. അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്.
ഇനിയും ഡൗട്ടുകളുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ജയറാമിന്റെ രാജശേഖരൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ ചിന്ന എന്ന കഥാപാത്രം ബർമനെയും കൂട്ടുകാരെയും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആ നാട്ടുരാജ്യത്തിന്റെ മുൻപിൽ വലിയൊരു ചുറ്റുമതിൽ പണി കഴിപ്പിച്ചിരുന്നതായി നമുക്ക് കാണാം. ഈ മതിൽ എന്തിനാണിങ്ങനെ കെട്ടിയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ചിന്നൻ നൽകുന്ന ഉത്തരം ഇത് രാജശേഖരൻ രാജാവായതിനുശേഷം ആദ്യമായി പണി കഴിപ്പിച്ച നിർമ്മിതിയാണ് എന്നാണ്. ഇതിന്റെ പ്രധാന കാരണം രാജശേഖരന്റെ അച്ഛൻ കാന്താരയിൽ വെച്ച് കൊല്ലപ്പെട്ട സമയത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ട രാജശേഖരൻ കുറച്ചുകാലം കടമ്പകളുടെ സംരക്ഷണത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഈ കാലയളവിൽ തന്നെ ഭാവിയിൽ കാന്താരയിലെ ജനങ്ങളുമായി ഇത്തരത്തിൽ ഒരു യുദ്ധം നടക്കുമെന്നും കാന്താരയിലെ ദൈവങ്ങളെ ബന്ദികളാക്കി ഇവരെ കീഴ്പ്പെടുത്താമെന്നും ഇദ്ദേഹം ചിന്തിച്ചിരുന്നു. വരും കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഈ വിപത്തിനെ പ്രതിരോധിക്കാനാണ് ഈ രാജശേഖരൻ അധികാരമേറ്റ ഉടനെ തന്നെ ഈ മതിൽ പണികഴിപ്പിച്ചത്. അല്പം ഭയത്തോടുകൂടിയാണെങ്കിലും കാന്താരയിലെ ആളുകളുടെ വരവിനായി രാജശേഖരൻ വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. ഈ രാജശേഖരൻ എന്ന കഥാപാത്രം സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് അയാളൊരു വില്ലനായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. ഇദ്ദേഹം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ആളാണ് എന്നുള്ള പല സൂചനകളും നമുക്ക് മുൻപേ കാണിച്ചു തന്നിരുന്നു. അതായത് രാജശേഖരന്റെ മകൻ ഒരു വൃദ്ധന്റെ മുഖം പിടിച്ച് പാത്രത്തിലിട്ടുരയ്ക്കുമ്പോഴും കൈയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴുമെല്ലാം രാജശേഖരൻ അത് തടഞ്ഞിരുന്നില്ല. ആ സമയം മകനാണ് രാജാവെങ്കിൽ പോലും മറ്റു പല കാര്യങ്ങളും മകനോട് ചെയ്യരുത് എന്ന് ആജ്ഞാപിച്ചിരുന്ന ഇദ്ദേഹം ഒരിക്കൽ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ മകനെ തടഞ്ഞിരുന്നില്ല. വേണമെങ്കിൽ രാജശേഖരൻ അത്തരം കാര്യങ്ങൾ തടയാവുന്നതേയുള്ളൂ. എന്നാൽ രാജശേഖരൻ ഓൾറെഡി തന്നെ ഒരു നെഗറ്റീവ് കഥാപാത്രമായതുകൊണ്ട് അയാളും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. മകൻ ആളുകളോട് മോശമായി പെരുമാറിയപ്പോൾ അതിനെ രാജശേഖരൻ തടയാതെയിരുന്നതുകൊണ്ട് മാത്രമല്ല, രാജശേഖരന്റെ ഭരണകാലത്തും ഇദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് കാന്താരയിലുള്ളവരുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുവന്ന് വിൽക്കുന്നതായും കൂടാതെ കാന്താരയിലുള്ളവരെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അടിമകളാക്കി വെച്ചിരുന്നതായും കാണിച്ചിരുന്നത്. ഇതുകൊണ്ടെല്ലാം തന്നെ സിനിമയുടെ തുടക്കഭാഗത്ത് തന്നെ ജയറാമിന്റെ കഥാപാത്രം മോശപ്പെട്ടവനാണ് എന്നും നെഗറ്റീവ് ഷെയ്ഡുള്ളവനാണെന്നും വ്യക്തമാക്കിയിരുന്നു. പിന്നീട് സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് കനകാവതി പറയുന്നുണ്ട്, ബർമയെ തോൽപ്പിക്കണമെങ്കിൽ 3 തലമുറ ഒന്നിച്ചു നിൽക്കണമെന്ന്. അവസാന യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് കനകാവതിയെയും പിതാവായിട്ടുള്ള രാജശേഖരനെയും മാത്രമാണ്, അതായത് 2 തലമുറയിലെ ആളുകളെ മാത്രം. എന്നാൽ യുദ്ധത്തിൽ ഡയറക്റ്റായി ഇടപെടുന്നില്ലെങ്കിലും രാജശേഖരന്റെ ശരീരത്തിൽ തന്റെ അച്ഛന്റെ ആത്മാവിനെ കൂടി കനകാവതി കയറ്റിയിരുന്നു. അങ്ങനെ 3 തലമുറയിലുള്ളവർ ഒരുമിച്ച് തന്നെയാണ് ആ ഫൈറ്റിൽ പങ്കെടുക്കുന്നതും. അതുപോലെ ആ മായാരൂപൻ എന്ന കഥാപാത്രം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കനകാവതിയുടെ മുത്തച്ഛനായിട്ടുള്ള രാജാവിന്റെ മുന്നിൽ വെച്ച് മരണപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ആ സമയത്ത് മായകൾ കാണിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന മായാരൂപൻ സിനിമയുടെ അവസാന ഭാഗത്തേക്കെത്തുമ്പോൾ ആ പഴയ രാജാവിന്റെ ആത്മാവ് കയറിയിരിക്കുന്ന രാജശേഖരന്റെ മുന്നിൽ വെച്ച് തന്നെ മരണപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് അവസാന ഫൈറ്റിന്റെ ഏറ്റവും ഒടുവിൽ ചാമുണ്ടിയായി മാറുന്ന ബർമയുടെ കഥാപാത്രം കനകാവതിയെ മടിയിൽ പിടിച്ചുകിടത്തി കോഴിക്കുഞ്ഞ് എന്നു പറഞ്ഞുകൊണ്ട് തലപിടിച്ചൊടിക്കുന്നതായും പിന്നീട് രാജശേഖരനെ വധിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഈ സംഹാരത്തിന് ശേഷം ധർമ്മം നടപ്പിലാക്കിയ ബർമ ആ ഗുഹയിലേക്ക് തന്നെ തിരിച്ചുപോകുന്നതായും കാണിച്ചിരിക്കുന്നു. സിനിമയുടെ അവസാനം ബർമൻ തിരിച്ചുപോകുന്ന ഈ ഗുഹ ഇന്നൊരു മൂടപ്പെട്ട അവസ്ഥയിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇതിനുശേഷം നടക്കുന്ന കാന്താര എന്ന സിനിമയിലെ ഋഷഭിന്റെ കഥാപാത്രങ്ങൾ അപ്രത്യക്ഷമാവുന്നതും. ഈ സ്ഥലം ഒരു ടൈം ട്രാവൽ കൺസെപ്റ്റിന്റെ ഭാഗമാണ്. പിന്നെ ഈ ടൈം ട്രാവൽ കൺസെപ്റ്റിനെക്കുറിച്ച് പറയുന്ന മിക്ക കഥകളിലും ഇങ്ങനെയൊരു ഗുഹ നമുക്ക് കാണാൻ കഴിയും. ഈ ടൈം ട്രാവലർ ബേസ്ഡ് സിനിമകളായ ഡാർക്ക് സീരീസ്, ദ ടൈം ലൈൻ, ടോൾ ഗ്രാസ്, ട്രയാങ്കിൾ തുടങ്ങിയ സിനിമകളിലെല്ലാം ഇത്തരത്തിലൊരു സ്ഥലം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം ടൈം ട്രാവൽ സിനിമകളെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ കാന്താരയിലെ ഗുഹയെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നതിനു മുൻപ് ഓരോ കാലഘട്ടത്തിലും അവതരിക്കുന്ന ഗുളികന്റെ വ്യത്യസ്ത രൂപങ്ങളായ രുദ്രഗുളിക, രാഹുഗുളിക, തന്ത്രഗുളിക, നേത്രഗുളിക, കത്തനകാല ഗുളിക, കരിങ്കാല ഗുളിക, മരണഗുളിക എന്നീ ഗുളികന്മാരെക്കുറിച്ച് ഡീറ്റെയിൽഡായി പറയേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സൈനിങ് ഓഫ് യുവർ ഓൺ സ്റ്റോറി ടെല്ലർ മല്ലു.